നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2025 നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 ചോദ്യങ്ങൾ പഠിക്കാം. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2025 എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാരാണ്? KG ശങ്കരപ്പിള്ള. ആരാണ്? KG ശങ്കരപ്പിള്ള. കിട്ടിയല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനി. കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനി ആരാണ്? മദർ എലീഷ്യ. മദർ എലീഷ്യയാണ് കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളെ പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനി. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിൻ്റെ 6ാമത് ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിൻ്റെ 6ാമത് ദേശീയ പുരസ്കാരം. എത്രാമതാണ്? 6ാമത് ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത്. പായം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ. എവിടെയാണ്? പായം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ. എവിടെയാണ്? പായം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ. കണ്ണൂരിലെ പായം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിനാണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിൻ്റെ 6ാമത് ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്. KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത്. KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? വികാസ് ഭവൻ ഡിപ്പോ, തിരുവനന്തപുരം. വികാസ് ഭവൻ ഡിപ്പോയിലാണ് KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യമാണ്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ക്യാമ്പയിൻ. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ്റെ പേരെന്താണ്? അൻപ്. എന്താണ്? അൻപ്. അൻപെന്നാണ്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ ക്യാമ്പയിൻ്റെ പേര്. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ പകർച്ചവ്യാധികൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ പകർച്ചവ്യാധികൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഏകാരോഗ്യം, വൺ ഹെൽത്ത്. വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ സംവിധാനം എന്തിനാണ്? നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവിടുത്തെ പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ പകർച്ചവ്യാധികളൊക്കെ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനത്തിൻ്റെ പേരാണ് ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അടുത്ത ഏഴാമത്തെ ചോദ്യം വായിക്കാം. 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. 2025 നവംബറിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. എട്ടാമത്തെ ചോദ്യം ഇതാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്നും വ്യാപകമായി ഒഴിവാക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്ന് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ചോദ്യം കുറച്ച് വലുതാണല്ലേ? വേറൊന്നുമല്ല, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളുടെയൊക്കെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് തണ്ണീർത്തടങ്ങളും നെൽവയലുകളും
ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നതായിട്ട് ലഭിച്ച ഒരു പരാതിയെ തുടർന്നിട്ട് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഹരിതം കവചം. അപ്പോൾ ഓപ്പറേഷൻ ഹരിതം കവചം എന്ന് പറയുന്നത് നമ്മൾ വിജിലൻസ് നടത്തിയ ഒരു മിന്നൽ പരിശോധനയാണ്. വേറൊന്നുമല്ല, അവർക്കൊരു പരാതി കിട്ടി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളുടെയൊക്കെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് തണ്ണീർത്തടങ്ങളും നെൽവയലുകളൊക്കെ ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായിട്ട് ഒഴിവാക്കുന്നതായിട്ട് ഒരു പരാതി ലഭിച്ചു. അപ്പോൾ ആ പരാതിയെ തുടർന്ന് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഹരിത കവചം. എന്താണ് ഓപ്പറേഷൻ ഹരിത കവചം? അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും CPRFും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധന. ചോദ്യം എന്താണ്? കേരളത്തിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും CPRFും ആരൊക്കെയാണ്? CPRFും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിത. അടുത്ത ചോദ്യം. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ചോദ്യം എന്താണ്? വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മോക്ക് ടെസ്റ്റ് ഞങ്ങളോട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ ഇടാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ഓൾറെഡി ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ അത് ഞാനങ്ങനെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം യൂട്യൂബും ടെലഗ്രാമും രണ്ടും കൂടി എനിക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രൈവറ്റ് ആക്കി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ ചാനൽ ഞാൻ പബ്ലിക് ആക്കിയിട്ട് ആ ചാനലിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. അപ്പോൾ നിങ്ങളത് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. അതുപോലെ തന്നെ ആൻസർ മാർക്ക് ചെയ്ത ഒരു PDF അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വീഡിയോ ചെയ്തിടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞത്. നിങ്ങൾ ഓക്കെ ആണെന്നാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണേ. സമയമില്ലാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഓർഡറിലല്ല കേട്ടോ ക്വസ്റ്റ്യൻസ് വീണ്ടും പഠിക്കുന്നത്. ജസ്റ്റ് റാൻഡമായിട്ട് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടത്തിയ ക്യാമ്പയിൻ. ചോദ്യം വ്യക്തമായില്ലേ? ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയൊക്കെ ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് നടത്തിയ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ആ ക്യാമ്പയിൻ്റെ പേരാണ് അൻപ്. പേരെന്താണ്? അൻപ്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? എന്തായിരുന്നു? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അടുത്ത ചോദ്യം, KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത്. KSRTCയുടെ ആദ്യ വാഹന പുക പരിശോധന കേന്ദ്രം എവിടെയാണ് ആരംഭിച്ചത്? എവിടെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ A ആണ്, വികാസ് ഭവൻ ഡിപ്പോ. അത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളെയും പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ പകർച്ചവ്യാധികൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ പകർച്ചവ്യാധികൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സംവിധാനത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ B, ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ B ആണ്, KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. അടുത്ത ചോദ്യം നോക്കിയോ, കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനി. കേരള കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആദ്യ സന്യാസിനി ആരാണ്?
ഉത്തരം ഓപ്ഷൻ എ ആണ്, മദർ എലീഷ്യ. അടുത്തത്, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിൻ്റെ 6ാമത് ദേശീയ പുരസ്കാരം ലഭിച്ചത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിൻ്റെ 6ാമത് ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത് ഏത് പഞ്ചായത്താണ്? കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ഓപ്ഷൻ ബി, പായം ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം നോക്കിക്കൂ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഡാറ്റാ ബാങ്കിൽ നിന്ന് വ്യാപകമായി ഒഴിവാക്കുന്നതിനായി ലഭിച്ച പരാതിയെ തുടർന്ന് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ ഹരിത കവചം. കിട്ടിയില്ലേ? അടുത്ത ഒരു ചോദ്യം നോക്കാം. കേരളത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും CPRFും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധന. കേരളത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ഒക്കെ CPRFും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? എന്തായിരുന്നു പേര്? ഓപ്പറേഷൻ രക്ഷിത. പേരെന്തായിരുന്നു? ഓപ്പറേഷൻ രക്ഷിത. കിട്ടിയില്ലേ? അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 10 ലക്ഷം രൂപ. എത്രയാണ്? 10 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നമുക്ക് ബാക്കി ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ.